Mamta Mohandas. സൗന്ദര്യത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും അർപ്പണബോധത്തിന്റെയും പ്രതീകം. തെന്നിന്ത്യൻ കലാരംഗത്തെ അവിഭാജ്യ ഘടകം. സിനിമാ രംഗത്തും പിന്നണി ഗായകരംഗത്തും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ഇന്നും ഈ അനുഗ്രഹീത അഭിനേത്രി ജൈത്രയാത്ര തുടരുന്നു. ഹരിഹരന്റെ മയൂഖം എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ ഹൃദയം കീഴടക്കിയ ഈ താരസുന്ദരി 17 വർഷമായി ദക്ഷിണേന്ത്യൻ ഭാഷകളിലെ നിറസാന്നിധ്യമാണ്. കണ്ണഴകി കലയാന പെണ്ണഴകി കടൽ വീസും കാട്ടഴകി ഇമയാലും സെൻവകമേ അരൈവട്ട പൊട്ടഴകി അലങ്കാര പൊട്ടഴകി കടൽ വീസും കാട്ടഴകി ഇമയാലും സെൻവകമേ. ഇന്ത്യയിലെ പ്രകാശഗോപുരങ്ങളായ സിനിമാ സംവിധായകർ SS രാജമൗലി, സത്യനന്ദിക്കാട്, കമൽ, ജീതു ജോസഫ്, അമൽ നീരത് മുതലായവരുടെ ചിത്രങ്ങളിലെ നായികയായും ദേവിശ്രീ പ്രസാദ്, ഗോപി സുന്ദർ, യുവൻ ശങ്കർ, ഔസേപ്പച്ചൻ, രതീഷ് വേഗ തുടങ്ങിയ സംഗീത സംവിധായകരുടെ ഇഷ്ടഗായികയായും സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ അരങ്ങ് തകർക്കുന്നു. കഥ തുടരുന്നു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് എന്ന നേട്ടം ഈ അനുഗ്രഹീത താരത്തെ തേടിയെത്തിയപ്പോൾ ഡാഡി മമ്മി എന്ന ഗാനാലാപനത്തിന് തമിഴകത്തിന്റെയും തെലുങ്കിന്റെയും അംഗീകാരങ്ങൾ തേടിയെത്തി. സ്വഭാവ നടിയിൽ നിന്നും പരകായ പ്രവേശം ചെയ്ത് മൈബോസിലും ടു കൺട്രീസിലും വ്യത്യസ്തമായ വേഷം ചെയ്തുകൊണ്ട് ആസ്യവും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചു മമത മോഹൻദാസ്. ഇപ്പൊ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എപ്പോഴാ നമ്മൾ നിൽക്കല്ലേ അല്ലേ? നിങ്ങൾ നച്ചാപ്പിക്ക കാശുണ്ടെന്ന് നക്കാപ്പിച്ചാണോ ഉദ്ദേശിച്ചത്? അതും തന്നെ എന്നെ ഒതുക്കാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. ഓക്കെ, പ്രശസ്തിയുടെ വെള്ളി വെളിച്ചത്തിൽ നിൽക്കുമ്പോഴാണ് ശരീരത്തെയും മനസ്സിനെയും തകർത്തെറിയാൻ തക്കവണ്ണം ക്യാൻസർ എന്ന അസുഖം വന്നുപെട്ടത്. എന്നാൽ തന്നെ തളർത്താൻ ഈ അവസ്ഥയ്ക്ക് കഴിയില്ലെന്നുള്ള ബോധ്യത്തോടെ 3 തവണ തന്റെ രോഗാവസ്ഥയെ അതിജീവിക്കുകയും ചെയ്ത് രോഗാവസ്ഥയിലുള്ളവർക്കും അല്ലാത്തവർക്കും ഒരു ഇൻസ്പിറേഷണൽ പേഴ്സണാലിറ്റിയായി മാറുകയും ചെയ്തു ഈ താരസുന്ദരി. പരുമല ഇന്റർനാഷണൽ ക്യാൻസർ കെയർ സെന്ററിന്റെ വിജയകരമായ ഈ 6ാം വർഷത്തിന്റെ വേദിയിലേക്ക് മമത മോഹൻദാസിനെ അല്ലാതെ ഒരു വ്യക്തിയെ സങ്കല്പിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. We welcome you, dear Mamta, to this auspicious day. Good evening, everyone. Thank you so much. ഇത്രയും നീണ്ടു നിൽക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു അത്. എൻ്റെ സിനിമ ഹിസ്റ്ററിയുടെ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ശരിക്കും ആവശ്യമില്ലായിരുന്നു, പക്ഷെ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് AV. ഇറ്റ് വാസ് വെരി ഡീറ്റെയിൽഡ് ഹൂഎവർ പ്രിപ്പയർഡ് ഇറ്റ്, ബിക്കോസ് എനിക്കറിയാം ഇതിനൊക്കെ എഫേർട്ട് ഉണ്ട്. ഓരോ ക്ലിപ്സ് കളക്ട് ചെയ്യാനും അതിന് വേണ്ട ഓഡിയോ അതിനോട് ചേർന്ന് നിങ്ങളതൊരു സ്ക്രിപ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാനും അത് ഒരു റൈറ്റ് പ്രസൻറ്റേഷനായിട്ട് അത് ടു പുട്ട് ഇറ്റ് ടുഗെദർ ദർ ഇസ് എ ലോട്ട് ഓഫ് എഫേർട്ട് ആൻഡ് ലോട്ട് ഓഫ് കളക്റ്റീവ് മൈൻഡ്സ് ദാറ്റ് ഗോസ് ബിഹൈൻഡ് ഇറ്റ്. Okay, so thank you so much, everyone, each and every person who's contributed to that. ഒരു ഇമ്മെൻസ് പ്ലെഷർ ഉണ്ട് ഇവിടെ ഇന്ന് വരാൻ സാധിച്ചതിൽ. ഷൂട്ടിൻ്റെ തിരക്കിൻ്റെ ഇടയിലാണ് ഞാൻ വരുന്നത് എറണാകുളത്ത് നിന്ന്. ആദ്യം എനിക്ക് പറയാനുള്ളത് ഇവിടെ ഹിസ് ഹോളിനെസ് ബെസിലിയോസ് മാർത്തോമ മാത്യൂസ്, ഹി ജസ്റ്റ് ലെഫ്റ്റ്. ബാബ തിരുമേനി എന്ന് പറയുന്ന അവർക്ക് ഹി ജസ്റ്റ് ലെഫ്റ്റ്. ഈവൻ ദോ വി കുഡ് സിറ്റ് ദെയർ ഫോർ എ ഫ്യൂ മിനിറ്റ്സ്, ഒരു വാംത്ത് ഉള്ളൊരു എക്സ്ചേഞ്ച് ആയിരുന്നു. ഹി വാണ്ടഡ് ടു നോ എ ലിറ്റിൽ മോർ അബൌട്ട് മൈ പേഴ്സണൽ ലൈഫ് ആൻഡ് മൈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്സ് ആൻഡ് ഓൾ ദാറ്റ്. So very sweet. I'm really honored to have that interaction with him. Respected Father Paulos, Father Christmas, I think they've all left now. And to all the other dignitaries who are present here today, very, very good evening. I really enjoyed Dr. Matthews presentation that you did, the introduction on the multiple modality treatment approach.
കാരണം അത് തന്നെയാണ് ഇന്ന് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്സിന് ഏറ്റവും ആവശ്യമുള്ളൊരു അപ്രോച്ച്. ഞാൻ ഇന്നാളൊരു ഇതേപോലെ ഒരു ക്യാൻസർ ഇവൻറ്റിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ഞാൻ പറഞ്ഞൊരു കഥയുണ്ട്. ഇറ്റ് വാസ് അബൌട്ട് ഈവൻ ദോ ഐ വാസ് ടേക്കൺ ടു a hospital, അപ്പോളോയിലായിരുന്നു അപ്പോളോ ചെന്നൈയിലാണ് എൻ്റെ എല്ലാ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തിരുന്നത്. 2009 മൈ ഡയഗ്നോസിസ് Hodgkin's lymphoma, which is otherwise a very easily curable cancer. അതിൻ്റെ ഒരു റിഫ്രാക്ടറി കണ്ടീഷനാണ് എനിക്കുണ്ടായത്. സോ 85% പേർക്ക് സാധാരണ ലിംഫോമ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റിൽ തന്നെ ക്യൂർ ആവും. പക്ഷേ I happen to fall in the 15% of patients who tend to have a refractory condition where the disease might knock at your door more than 2 times. So എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 2009 ഡയഗ്നോസ് ആയ സമയത്ത് അപ്പോളോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഏറ്റവും, ഞാനിപ്പോൾ ഒരു സിനിമയിലൊക്കെ ആയതുകൊണ്ട് ആവാം, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഡോക്ടർ വാസ് റെക്കമെൻഡഡ് ടു മീ ആൻഡ് ഓബ്വിയസ്ലി ഐ ഹാഡ് മൈ ഫസ്റ്റ് കൺസൾട്ടേഷൻ വിത്ത് ഹിം. The reason why I say this is because പണ്ട് തൊട്ടേ ഐ എം സമ്മൺ ഹൂ ഹാസ് എ സ്ലൈറ്റ് പ്രോബ്ലം വിത്ത് എന്താ ട്രസ്റ്റ് ഇഷ്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ പേരുള്ള സ്ഥലത്ത് ഞാൻ പോകാറില്ല. സോ പേരുള്ള ഡോക്ടർ വന്നപ്പം ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻസിനൊന്നും ഒരു സമയം എനിക്ക് ഒരുപാട് സമയം തരാൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കിട്ടിയില്ല. ഒരു ലെറ്റസ് റഷ് ഹർ ഇൻ ടു ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലായിരുന്നു അപ്രോച്ച്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ട്രീറ്റ്മെൻറ്റ് അവിടെ നിൽക്കട്ടെ, ഐ നോ ദാറ്റ് ഐ എം ഹാർഡ്ലി ഏബിൾ ടു ബ്രീത്ത്, ബിക്കോസ് എനിക്ക് ആ സമയത്ത് സിവിയർ ആയിട്ട് ആസ് എ സിംറ്റം ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഉണ്ടായിരുന്നു. ആൻഡ് ഐ ടോൾഡ് ദം ദാറ്റ് ഐ വോണ്ട് എ ഡോക്ടർ ഹൂ ക്യാൻ ഫസ്റ്റ് ബി ബൈ മൈ ബെഡ് വെൻ ഐ എം ടേക്കിംഗ് മൈ ഫസ്റ്റ് കീമോ. ബെഡ് സൈഡ് മാനർ എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് അമംഗ്സ്റ്റ് ഡോക്ടേഴ്സ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഈസ് where you get that care, where you get that attention is where you need to be and under whom you need to be treated. So ഇത് എന്നും നിങ്ങൾ ആലോചിക്കുക, എന്നും ഓർക്കുക. കാരണം ക്യാൻസർ നമ്മുടെ വാതിൽക്കൽ തട്ടുന്നത് വരെ സത്യം പറഞ്ഞാൽ ആരും ആഴത്തിൽ അതിൻ്റെ കോംപ്ലക്സിറ്റീസിനെ കുറിച്ച് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. Either it has to happen not even to an extended family member, it has to happen to an immediate family member, because that is how busy we all are today. And the more busy you get, the more stress-related disease you get. And stress basically causes inflammation in your body. Inflammation is one of the key factors that creates the perfect environment for cancer to thrive in your body. നമ്മുടെ എല്ലാവരുടെയും ബോഡീസിൽ ക്യാൻസർ സെൽസ് ഉണ്ടെന്നാണ് പറയുന്നത്, പക്ഷേ യു ഹാവ് T cells which actually fight it. So you can, ഞാൻ എപ്പോഴും there are a lot of people who ask me, മമതയുടെ ഹെൽത്ത് എങ്ങനെയുണ്ട്? അപ്പം ഞാൻ എപ്പോഴും പറയും ഐ എം വെൽ എന്നല്ല പറയാം. I'll say it's in control, it's in my control, my health is in my control. And അത് ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, it's also your mental health. So yeah, mental health is something which is really എന്താ പറയുക, വളരെ ലെസ് ഡിസ്കസ്ഡ് ആണ്. മെൻ്റൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഇതുവരെ അത്രയും പ്രാബല്യത്തിൽ വന്നില്ല എന്നുള്ളത് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അവെയർനെസ് വന്നുകൊണ്ടിരിക്കുന്നു, ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ എന്നാലും there are a lot of stigmas associated with how people approach someone with a terminal disease, and also how the patient themselves, ആ പേഷ്യൻ്റ് തന്നെ എങ്ങനെ അത് എടുക്കുന്നു, അതേത് സ്പിരിറ്റിൽ എടുക്കും. നമ്മൾ പറയില്ലേ നല്ല സ്പിരിറ്റിൽ എടുക്കണം എന്ന്. നല്ല സ്പിരിറ്റിൽ എടുക്കുന്നൊരു ന്യൂസ് അല്ല ശരിക്കും ക്യാൻസർ ഡയഗ്നോസിസ്. പക്ഷേ ഹൗ ഡു യു കൺവേർട്ട് ദിസ് വീക്ക്നെസ് ഇൻ ടു യുവർ സ്ട്രെങ്ത് എന്നുള്ളത് അത് നിങ്ങളുടെ കൺട്രോളിലാണ്. ഓക്കെ, ഐ സീ സം എഗ്രീയിങ് ഫേസസ്, കുറച്ച് പേര് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സോ എൻ്റെ ഫാമിലിയിൽ എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ടായിരുന്നതാണ് എൻ്റെ ഡാഡ് ആൻഡ് മോം. പിന്നെ സോമൻ, മൈ വിങ് മാൻ, ഹീസ് ഹിയർ വിത്ത് മീ ടുഡേ. സോ ഞാൻ ഈ ഓഡിയോ വിഷ്വൽ നിങ്ങളിവിടെ ചെയ്ത പ്രസൻറ്റേഷൻ്റെ കുറേ വിഷ്വൽസ് കാണുമ്പം എസ്പെഷ്യലി മൈ ബോസ് ഇൻ 2 countries, നിങ്ങളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ച സിനിമകളല്ലേ അല്ലേ? പക്ഷേ അതിൻ്റെയൊക്കെ ഒരുപാട് ഘട്ടത്തിൽ ഞാൻ പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ടായിരുന്നു. ക്യാൻസർ ഡസ് നോട്ട് സ്റ്റാർട്ട് ആൻഡ് എൻഡ് വിത്ത് ജസ്റ്റ് ടേക്കിംഗ് കീമോതെറപ്പി, radiation, and then I had to undergo bone marrow transplant. It's not just about these things. പക്ഷേ
2009 ഡയഗ്നോസിസ് ആയതിനു ശേഷം ഒരു ലോങ് ജേർണി വിത്ത് ക്യാൻസർ ഉണ്ടാകുമ്പം what happens after a few years is you start having short-term side effects are very easy to deal with. Then you start getting long-term side effects. Then you don't even know. ഞാൻ ഡയഗ്നോസ് ആയ സമയത്ത് I was so young. I was just 23 years old. So it was tough to എനിക്കറിയില്ലായിരുന്നു ഞാൻ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് മൂഡി ആയിട്ടിരിക്കുന്നത് എന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു. സോ there are some long-term side effects that you need to think about. Lot of things like, how the impact, നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്, എസ്പെഷ്യലി റേഡിയേഷൻ, how it impacts you 5 to 6 years later. നമ്മുടെ തൈറോയിഡ് ഗ്ലാൻസിനെ എഫക്റ്റ് ചെയ്യാം, നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി എഫക്റ്റ് ചെയ്യാം. സോ യു നീഡ് ടു ബി അവെയർ ഓഫ് ദീസ് തിങ്സ്. ഞാൻ ഈ ഒരു ഗ്രൗണ്ടിലേക്ക് എൻട്രി ചെയ്തപ്പം I was just surprised to see how beautiful this hospital is. It's huge and എല്ലാ ഫെസിലിറ്റിയോടെ എന്ന് വെച്ചാൽ ന്യൂക്ലിയർ മെഡിസിൻ അടക്കം ഉള്ള ഫെസിലിറ്റീസ് ഉള്ളൊരു ഹോസ്പിറ്റലാണിത്. സോ വെൻ യു ഹാവ് ദ സപ്പോർട്ട് ഓഫ് എ ചർച്ച് ദാറ്റ് ഈസ് വില്ലിംഗ് ടു ഡു such amazing contribution, such amazing work to make this easier for you, നിങ്ങൾ തീർച്ചയായിട്ടും അത് കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്യണം എന്ന് മാത്രമാണ് ഞാൻ സ്ട്രെസ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഈസി ആക്കി തരാൻ പോകുന്ന ഒരു പദ്ധതി അതും കൂടെ ഇന്നിവിടെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഡു യു നോ വാട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് അബൌട്ട് വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് പീപ്പിൾ ടെൽ യു വെൻ ഇറ്റ് കംസ് ടു ക്യാൻസർ? അറിയാവോ? What makes handling cancer easier in the long run? No, not finance. അതൊക്കെ പിന്നെ വരുന്നതല്ലേ. Early diagnosis ആണ്. Really is. Because don't underestimate it. The earlier you diagnose it, it's very hard. ഒന്നാമത് ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത is നിങ്ങൾക്ക് ഡിസീസ് ഉള്ള ഭാഗത്തൊന്നുമല്ല ഇതിൻ്റെ സിംറ്റം കാണിക്കുക. മനസ്സിലായോ? അപ്പം എന്ത് പറ്റും വെച്ചാൽ യു വിൽ ഹാവ് എ റോങ് ഡയഗ്നോസിസ്. അത് വേറെ ഏതെങ്കിലും ഒരു ജനറൽ ഫിസിഷ്യൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എന്തെങ്കിലും സ്കിൻ ഡിസീസിന് വേണ്ട ഒരു ട്രീറ്റ്മെൻറ്റും പ്രിസ്ക്രിപ്ഷനും എഴുതി തരും. ഇതിലൊക്കെ യു സ്റ്റാർട്ട് ലൂസിങ് എ ലോട്ട് ഓഫ് ടൈം. സോ ട്രൈ ടു എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് ഇഫ് യു ഹാവ് എനി പ്രോബ്ലം വിത്ത് യുവർ ഹെൽത്ത് ഇൻ ടേംസ് ഓഫ് സ്മോൾ സിഗ്നൽസ് ദാറ്റ് യുവർ ബോഡി ഈസ് ട്രൈങ് ടു സെൻഡ് ഔട്ട് ടു യു. ചെറിയ രീതിയിലായിരിക്കും ബോഡി ചിലപ്പം നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ടാവുക. നിങ്ങളുടെ തിരക്ക് പിടിച്ച് നിങ്ങൾ ഓട്ടത്തിലാണല്ലോ, എല്ലാവരും ഇപ്പോൾ ഓട്ടത്തിലാണല്ലോ. സോ ഇതിനിടയിൽ ചെറിയ സിഗ്നൽസേ നിങ്ങളുടെ ബോഡിക്ക് തരാൻ പറ്റുള്ളൂ ചില സമയത്ത്. പക്ഷേ അതിൻ്റെ കണ്ടീഷൻ കുറച്ച് ആഴത്തിലുള്ളതായിരിക്കും. സോ ഏർലി ഡയഗ്നോസിസ് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് എൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്കം മച്ച് മോർ ഫേവറബിൾ ആയിരിക്കും. The earlier you diagnose, once you get treated, the lesser chances of a secondary cancer or even a relapse. So be aware of this. ഇന്നിവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്ന പദ്ധതികൾ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും യൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറയാം. ലേഡീസ് പ്രത്യേകിച്ച് 35 കഴിഞ്ഞ ലേഡീസ്, ഐ ഹൈലി എൻകറേജ് ഓൾ ഓഫ് യു ടു ഗെറ്റ് once in a year ചെയ്താൽ മതി ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്, മാമോഗ്രാം. ഫസ്റ്റ് ബിഗിൻ അറ്റ് ഹോം, ഒരു സെൽഫ് ഡയഗ്നോസിസ്. ആൻഡ് അതിനെക്കുറിച്ച് ഇന്ന് ഇഷ്ടം പോലെ വീഡിയോസ് നിങ്ങൾ വേണ്ടതും വേണ്ടാത്ത വീഡിയോസ് യൂട്യൂബിലിരുന്ന് കാണുന്നുണ്ട്. സോ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ട വീഡിയോസ് തീർച്ചയായിട്ടും നിങ്ങൾ കാണുക. ഐ തിങ്ക് മലയാളീസ് ആർ റിയലി ഗുഡ് അറ്റ് ടേക്കിംഗ് കെയർ ഓഫ് എസ്പെഷ്യലി ഹെർബൽ ട്രീറ്റ്മെൻറ്റ്സൊക്കെ വി ആർ റിയലി ഗുഡ്. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ആൻഡ് വി ആർ ഗോണ ബി ലോഞ്ചിങ് സം വെരി എക്സൈറ്റിംഗ് packages here today. Do you want me to go ahead and announce? Yeah? Okay, so I'm after that sing a song. എല്ലാ ഇടയിലെ കൂടെ ഡാഡി മമ്മി വീട്ടിൽ ഡാഡി ഇല്ല, മമ്മി ഇവിടെ ഉണ്ട് പുറത്ത്. So what Parumala Hospital has. Do you mind if I take a sip of water? അതാണ് സോമൻ.
എൻ്റെ വിങ്മാനാണ്. എൻ്റെ ട്രീറ്റ്മെൻറ്റ് സമയത്ത് ഏറ്റവും കൂടുതൽ എന്നെ നോക്കിയ ഒരാളാണ്. ഹി റിയലി ഡിസേർവ്സ് ദ ക്രെഡിറ്റ്. സോ what Parumala Hospital has for you is a cancer screening and detection campaign. ഇത് in-house ആണ് at the hospital itself. November 20th തുടങ്ങും, February 4th വരെ. ഫെബ്രുവരി മാസമാണല്ലോ വേൾഡ് ക്യാൻസർ ഡേ. സോ ദേ ആർ എൻഡിങ് ദ campaign at a very nice time. Every Saturday, beginning 20th November to February 4th, ഒരു സ്ക്രീനിങ് ക്യാമ്പ് ഉണ്ട്. ഫ്രീ കൺസൾട്ടേഷൻ വിത്ത് the oncologist, എന്ന് വെച്ചാൽ in-house oncologist ആയിട്ട് ഫ്രീ കൺസൾട്ടേഷൻ ആൻഡ് 50% off on all imaging screenings, okay, which includes PSA test, mammogram, X-ray, ultrasound, CT scan, all of that. 50% off. So take advantage of it, okay? That's one. പിന്നെ പരുമല ഹോസ്പിറ്റലിന് പുറമെ ഔട്ട്ഡോർ ക്യാമ്പയിനിങ് ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് ഇൻ കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലയിൽ. ക്യാൻസർ അവെയർനെസ് പ്രോഗ്രാംസും ഫ്രീ ക്യാൻസർ മാനേജ്മെൻറ്റ് ക്യാമ്പ്സും തുടങ്ങാൻ പോവാണ്. സോ ദാറ്റ്സ് അഗൈൻ അവിടെയുള്ള ആ ജില്ലകളിലൊക്കെ നിങ്ങളുടെ റിലേറ്റീവ്സ് താമസിക്കുന്നുണ്ട്. പ്ലീസ് സ്പ്രെഡ് ദ വേർഡ്, പ്ലീസ് മേക്ക് യൂസ് ഓഫ് ദിസ്, ഓക്കെ? പിന്നെ ഞാൻ എപ്പോഴും പറയും, ഈ എസ്പെഷ്യലി ലേഡീസിൻ്റെ ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ വരുമ്പം നിങ്ങൾ ഇന്ന് ചില പ്രോഗ്രാംസിന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം 5 years from now ആയിരിക്കും നിങ്ങൾക്കത് ആവശ്യം വരിക. സോ ഇറ്റ്സ് എ വെരി ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ഇൻവെസ്റ്റ് ഇൻ യുവർ ഹെൽത്ത് ടുഡേ. നിങ്ങൾ അവിടെ എവിടെയും ലാൻഡ് വാങ്ങിക്കുന്നുണ്ട്, പ്രോപ്പർട്ടി വാങ്ങിക്കുന്നുണ്ട്, അതുമാത്രമല്ല, ഇൻവെസ്റ്റ് ഇൻ യുവർ ഹെൽത്ത് ടുഡേ ഫോർ എ ബെറ്റർ ടുമോറോ, ഫോർ എ സേഫർ ടുമോറോ. പിന്നെ ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതി, ഇറ്റ്സ് കോൾഡ് സൗഖ്യം, ആൻഡ് ദിസ് ഇസ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ബാബ തിരുമേനി ഹിംസെൽഫ്. ബ്രസ്റ്റ് ക്യാൻസറും ഗൈനക് ഓങ്കോളജി സർജറീസും അറ്റ് എ വെരി ലോ കോസ്റ്റ്, ആൻഡ് റേഡിയേഷൻ അറ്റ് 50% ഫോർ പീപ്പിൾ ദോസ് ഹു നീഡ് ഇറ്റ്. റേഡിയേഷൻ ആവശ്യമുള്ളവർക്ക് 50% ഇളവുണ്ട്. സോ that's another amazing offer. സോ പരുമല ഹോസ്പിറ്റൽ ഇത്രയും പലവർക്കും വേണ്ടിയിട്ട്, ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും നല്ലൊരു ഫെസിലിറ്റി ഇവിടെ ഉണ്ടാവുമ്പം ഇത്രയും നല്ല ഡോക്ടേഴ്സ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഡോക്ടർ മാത്യൂസ് ജോസിൻ്റെ പ്രസൻറ്റേഷൻ കഴിഞ്ഞപ്പോഴാണ്. സോ യു ആർ ഇൻ വെരി സേഫ് ഹാൻഡ്സ് is what I believe, because there is also ഇപ്പം നമ്മൾ ഏത് കേസ് വരുമ്പോഴും ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് അത് ഡിസ്കസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ഇസ് നോട്ട് ഡിസൈഡഡ് ബൈ വൺ പേഴ്സൺ. യുവർ ഡോക്ടർ ഡസ് നോട്ട് തിങ്ക് ദാറ്റ് ഹീ ഈസ് ഗോഡ്, ബട്ട് ഹീ ഈസ് സമ്മൺ ഹൂ വിൽ ബിക്കം യുവർ ഗോഡ്. ബിക്കോസ് എൻ്റെ ലൈഫിൽ എൻ്റെ ട്രൂ ഹീറോസ് എന്നെ ട്രീറ്റ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് തന്നെയാണ്. ആൻഡ് എസ്പെഷ്യലി ദ നേഴ്സസ്, നഴ്സിംഗ് സ്റ്റാഫ്, യു ഗൈസ് ആർ ദ ബെസ്റ്റ്. ബിക്കോസ് of course patients doctors നമ്മളെ കണ്ടിട്ട് പോവും, പക്ഷേ nurses no, they are the ones who spend day and night with you. പിന്നെ നേഴ്സസിൻ്റെ അടുത്ത് പറയേണ്ട ഒരു കാര്യം എനിക്കറിയാം, കീമോ വാർഡ്സിൽ പോകുമ്പോൾ, ട്രാൻസ്പ്ലാന്റ് വാർഡ്സിൽ പ്രത്യേകിച്ച് പോകുമ്പം പ്ലീസ് ഹാവ് എ സ്മൈൽ ഓൺ യുവർ ഫേസ്. കാരണം അവർ ഓൾമോസ്റ്റ് 30-35 days ആണ് ഐസൊലേഷനിൽ കിടക്കുന്ന പേഷ്യൻസ് വിതൗട്ട് ബീങ് ഏബിൾ ടു സീ ദിയർ ഫാമിലി, റൈറ്റ്? സോ പ്ലീസ് വെയർ ദാറ്റ് സ്മൈൽ ഓൺ യുവർ ഫേസ് ഓൾ ദി ടൈം. താങ്ക് യു ഫോർ ബീങ്, നിങ്ങൾ വെറുതെ അല്ല നിങ്ങളെ മാലാഖകൾ എന്ന് വിളിക്കുന്നത്. സോ ദാറ്റ്സ് റിയലി that really applies to you and nobody else. ആൻഡ് സിനിമയിലെ പലവരും ഈ ഹീറോസ് ഹീറോയിൻസ് മറ്റേ നിങ്ങളൊക്കെ അവരുടെ ഫാൻസാണ്. എൻ്റെ ട്രൂ ഹീറോസ് ഈ സേവനം ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. പീപ്പിൾ ഹു ആർ റിയലി ഇൻ സർവീസ്. ഐ തിങ്ക് ഈവൻ സ്മോൾ ബിസിനസ് ഓണേഴ്സ് ഇൻ കേരള, ദേ കോൾ ദംസെൽവ്സ് വാട്ട് ദേ ആർ ഡൂയിങ്. കാശിന് വരും, പക്ഷേ ഒരു ആക്ട് ഓഫ് സർവീസാണ്. ഈ നാട്ടിൽ കുറേ കാര്യങ്ങൾ നടത്താൻ ശരിക്കൊരു വലിയ മനസ്സ് തന്നെ വേണം. സോ I've most often seen private firms doing a lot more service and being able to reach a lot more people than most government bodies do. So keep up the good work. Thank you so much to all the religious organizations that are contributing to the welfare of this hospital and to the growth of this hospital. I thank you on behalf of all the people who are fighting cancer, and to everyone over here, may you never get this dreaded disease, but please know that even if you are diagnosed with cancer one day, advancements in treatments are amazing. ഭയങ്കര എക്സൈറ്റിംഗ് ആണ് the future of cancer. എനിക്കറിയാം ഇതിനൊക്കെ എവിടെയോ ഒരു ക്യൂർ ഉണ്ടാവും, and it's in the works.
ബിക്കോസ് ഞാനൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഫോർ ഇറ്റ്. ഞാൻ 2014 ഓൾമോസ്റ്റ് റൈറ്റ് ഓഫ് ആയിരുന്നു. പക്ഷേ ഒരു മിറക്കിൾ പോലെയാണ് US ഒരു ക്ലിനിക്കൽ ട്രയൽ ഓഫ് എ വെരി ന്യൂ ഇമ്മ്യൂണോതെറപ്പി ഡ്രഗ് കോൾഡ് നിവലുമാബ് എനിക്ക് ട്രൈ ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയത്. ദാറ്റ് ടു ബീങ് നോൺ അമേരിക്കൻ, ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട്. സോ തീർച്ചയായിട്ടും എവിടെയോ ദൈവം എനിക്ക് വഴി കാണിച്ച് തന്നത് തന്നെയാണ്, വേറെ ഒന്നുമല്ല. ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരാളല്ല, പക്ഷേ ഞാൻ വളരെ റൈറ്റിയസ് ആണ്, ഭയങ്കര സ്പിരിച്വലാണ്, സത്യം മാത്രമേ പറയുള്ളൂ. എൻ്റെ ദൈവം ആ സത്യത്തിലാണ് ഇരിക്കുന്നത്. സോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അന്ന് എനിക്ക് ആ ഒരു പുതിയ ഡോർ ഒരു ഫോഴ്സ് ഓപ്പൺ ചെയ്ത് തന്നുകൊണ്ടാണ്. അതർവൈസ് ഐ വുഡൻറ്റ് ബി ഹിയർ ഇൻ ഫ്രണ്ട് ഓഫ് യു ടുഡേ. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഞാനിവിടെ നിന്ന് സംസാരിക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾക്കായിരിക്കില്ല, പക്ഷേ എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. ആൻഡ് ഐ ലവ് യു ഓൾ. ഐ വാണ്ട് യു ടു ബി ഇൻ the best care, and I promise Parumala Hospital that my support will continue to be there at all times. And especially ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു സ്ഥാപനത്തിന് സപ്പോർട്ട് കൊടുക്കുന്ന മാത്രമല്ല, പക്ഷേ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും to a person, an in-person support. There's nothing like someone who's fighting a disease, and if you're able to share one word over the phone with that person or hold that person's hand while they're going through a treatment, it makes a world of a difference. കാരണം ആ ടച്ചും those words ഒരിക്കലും മറക്കില്ല ലൈഫിൽ. So try to be that for another person every day, and remember to live each day of your life in gratitude. Okay? So with that, I stop my words. Thank you so much for having me here. It's been an absolute honor and pleasure. ഇത് പാട്ട് പാടേണ്ടത് റിക്വസ്റ്റ് ഉണ്ടോ? നല്ല പാട്ട്. ഇവിടെ നേരത്തെ പറഞ്ഞു ഡാഡി മമ്മി വേണമെന്ന്. ഡാഡി മമ്മി വീട്ടിലില്ല, തടപോട യാരുമില്ല, വിളയാട് ഓമ ഉള്ള വില്ലാളാ. மைதானம் தேவையில்ல, அம்பரும் தேவையில்ல, யாருக்கும் தோல்வி இல்ல வில்லலா. கேளேண்ட மாம, இது இண்டோர் கேம், தெரியாது நின்ன அது ரொம்ப ஷேமு. விளையாட்டு ரூலு நீ மீராட்டி ஃபவுலு, எல்லைகள் தாண்டு அது தாண்டா கோலு. டாடி மம்மி ഡാഡി മമ്മി വീട്ടിലില്ല, തടപ്പോട യാരുമില്ല, വിളയാട് ഓമ ഉള്ള വില്ലള. ഓക്കെ